കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് ആദ്യമായി നിഷ്ക്രിയ ദയാവധം നടപ്പിലായി. 32 വയസ്സ് പ്രായമുണ്ടായിരുന്ന, കഴിഞ്ഞ 13 വർഷക്കാലം അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഹരീഷ് റാണ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ദയാവധത്തിന് വിധേയനായത്. പഞ്ചാബ് സർവകലാശാലയിൽ ബിടെക് വിദ്യാർത്ഥിയായിരുന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീണ് ഉണ്ടായ പരിക്കിലാണ് ആ യുവാവ് 13 വർഷക്കാലം അബോധാവസ്ഥയിൽ കഴിഞ്ഞത്. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൽ അന്തസ്സായി ജീവിക്കാൻ അവകാശം നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 21-ാം അനുച്ഛേദം തന്നെയാണ് അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും പൗരന് നൽകുന്നത്. കോടതി പറഞ്ഞത്, മനുഷ്യജീവിതം മനുഷ്യാവസ്ഥയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിഷ്ക്രിയ ദയാവധത്തിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല എന്നാണ്. വലിയ പഠനങ്ങൾക്കും ന്യായവിചാരങ്ങൾക്കും ശേഷമാണ് വളരെ നിർണായകമായ ഈ കോടതി വിധിയിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ഒരു വിധിന്യായം ഉണ്ടായപ്പോൾ പോലും ഈ രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമായ എയിംസിലേക്ക് ഹരീഷ് റാണയെ മാറ്റണമെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം രൂപീകരിച്ച് പടിപടിയായി വൈദ്യസഹായം കുറച്ച് കൊണ്ടുവരണം എന്നുമാണ് കോടതി പറഞ്ഞത്. സാവകാശമാണ്. വെജിറ്റേറ്റീവ്, അതായത് ജൈവ അവസ്ഥയിൽ മാത്രം കഴിഞ്ഞിരുന്ന റാണയുടെ ജീവന് വൈദ്യശാസ്ത്രം അവസാനിപ്പിച്ചത്. ഇത് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ക്രൈസ്തവരുടെ വിശ്വാസം ജീവൻ ദൈവത്തിൽ നിന്നാണ്, അത് മനുഷ്യന് എടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭ ആധുനിക യുഗത്തിൽ എന്നുള്ള പ്രമാണരേഖയിൽ മനുഷ്യൻ്റെ ജീവനെടുത്താൽ അത് വലിയ കുറ്റമാണ് എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വൈദ്യശാസ്ത്രം വളരുകയും കാലം മാറുകയും ദൈവശാസ്ത്ര ചിന്താഗതി മാറുകയുമൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കോടതി വിധികളെ സഭയും അംഗീകരിക്കുകയാണ്. ചികിത്സാ രീതികളെ രണ്ടായിട്ടാണ് കാണുക. സാധാരണ ചികിത്സാ രീതി, അസാധാരണ ചികിത്സാ രീതി. ചില രോഗങ്ങൾക്ക് വലിയ സാമ്പത്തിക ചെലവ് ആവശ്യമായി വരും. വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വന്നേക്കാം. അത്തരത്തിലുള്ളത് അസാധാരണമായ ചികിത്സാ രീതിയായിട്ടാണ് സഭ പരിഗണിക്കുന്നത്. അത് എല്ലാവർക്കും സാധ്യമായി എന്ന് വരില്ല. അതായത് അഫോർഡബിൾ ആയിട്ടുള്ള ചികിത്സാ രീതികൾ നടത്തിയേ മതിയാവും, അല്ലാത്തത് ഒഴിവാക്കാവുന്നതാണ്. ചികിത്സിച്ചിട്ടും പ്രയോജനമില്ല എന്ന് കാണുന്നിടത്ത് പാസീവ് എത്യുനൂസിയ ആകാമെന്ന് സഭ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അംഗീകരിക്കുകയാണ്. അതേസമയം ആക്റ്റീവ് എത്യുനൂസിയ, അതായത് സജീവമായ ദയാവധം, സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതെല്ലാം മനുഷ്യ ജീവനോടുള്ള സഭയുടെ ആദരവും കരുതലുമാണ് വ്യക്തമാക്കുന്നത്.